മഴ കനക്കുന്നു. ആശങ്ക തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപകടങ്ങൾ വർദ്ധിക്കുന്നു. കലിതുള്ളി പെരുമഴ പെയ്യുമ്പോൾ സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് തള്ളിക്കളയാതെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കേന്ദ്ര ജല കമ്മീഷന്റെയും നദികളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം. ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ട മണിമല തൊണ്ട്ര സ്റ്റേഷനും അച്ചൻകോവിൽ കോന്നി GDയും കല്ലേലി സ്റ്റേഷനുമാണ്. എറണാകുളത്ത് മൂവാറ്റുപുഴ കക്കടശ്ശേരി സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം വാമനപുരം മൈലാമൂട് സ്റ്റേഷൻ, കൊല്ലത്ത് പള്ളിക്കൽ ആനയടി സ്റ്റേഷൻ, ആലപ്പുഴയിൽ അച്ചൻകോവിൽ നാലുകെട്ട് കവല സ്റ്റേഷൻ, പത്തനംതിട്ടയിൽ മണിമല കല്ലുപാറ സ്റ്റേഷൻ, പമ്പ മടമൺ സ്റ്റേഷൻ, അച്ചൻകോവിൽ തുമ്പമൺ സ്റ്റേഷൻ, അച്ചൻകോവിൽ തന്നെ പന്തളം സ്റ്റേഷനും യെല്ലോ അലേർട്ടിലാണ്. പമ്പ ആറന്മുള സ്റ്റേഷൻ, ഇടുക്കിയിൽ തൊടുപുഴ മണ്ണക്കാട് സ്റ്റേഷൻ, എറണാകുളത്ത് കാളിയാർ കലമ്പൂർ സ്റ്റേഷൻ, മൂവാറ്റുപുഴ തൊടുപുഴ സ്റ്റേഷൻ, പെരിയാർ മാർത്താണ്ഡവർമ്മ സ്റ്റേഷൻ, തൃശൂരിൽ ഭാരതപ്പുഴ ചെറുതുരുത്തി സ്റ്റേഷൻ, ചാലക്കുടി വൈറ്റിലപ്പാറ സ്റ്റേഷൻ, പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ തന്നെ വണ്ടാഴി സ്റ്റേഷൻ, ഭവാനിയുടെ കൊട്ടത്തറ സ്റ്റേഷൻ, മലപ്പുറത്ത് ഭാരതപ്പുഴയുടെ തന്നെ തിരുവേഗപ്പുര സ്റ്റേഷൻ, കോഴിക്കോട് കോരപ്പുഴ കുന്നമംഗലം സ്റ്റേഷൻ, കോരപ്പുഴ തന്നെ കൊള്ളിക്കൽ സ്റ്റേഷനും മഞ്ഞ അലേർട്ടാണ് പറയുന്നത്. കണ്ണൂർ വളപട്ടണത്ത് അയ്യപ്പൻകാവ് സ്റ്റേഷൻ, വളപട്ടണത്ത് തന്നെ അനുങ്ങോട് സ്റ്റേഷനും യെല്ലോ അലേർട്ടാണ്. വയനാട് കബനി മുത്തങ്കര സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അലേർട്ടുകൾ വലിയ മാറ്റം സംഭവിച്ചാണ് ഇപ്പോഴുള്ളത്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നും തീരദേശത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ളിടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും അറിയിക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം പുറത്തു വന്നത് രാവിലെ 11 മണിക്കാണ്. ഇന്ന് നിർത്തിയിട്ട ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് മൂന്നാറിലുണ്ടായ അപകടത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അന്താണിയാർ സ്വദേശി ഗണേശൻ എന്ന ആളാണ് മരിച്ചത്. മണ്ണിടിച്ചിലിന് സാധ്യത ഏറിയ പ്രദേശമായിരുന്നു ഇത്. മണ്ണിടിഞ്ഞ് വീഴുന്നത് കണ്ടതിനെ തുടർന്ന് ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിലേക്കാണ് മണ്ണും കല്ലും കുത്തിയൊലിച്ച് ലോറി താഴ്ചയിലേക്ക് പതിച്ചത്. വെളിച്ചവും ബഹളവും കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചത്. അവരെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗണേശനൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളെ രക്ഷിച്ചെന്നും സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗണേശന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയുന്ന വിവരം. ഇതുപോലെ കാറ്റിലും മഴയിലും മരം വീണും വീടുകൾ തകർന്നു വീണും കെട്ടിടങ്ങൾ തകർന്നു വീണും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ളത്. മലയോര പ്രദേശങ്ങളിലും കനത്ത മഴയാണ് ലഭിക്കുന്നത്. നിരവധി പ്രദേശങ്ങളിൽ വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞ് വീണ് നാശനഷ്ടമുണ്ടായി. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. മത്സ്യബന്ധന വിലക്ക് ഇപ്പോഴും തുടരുന്നു എന്നാണ് അറിയുന്നത്. അത് കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും ആണ് ഉള്ളത്. ജില്ലയിലെ തീരങ്ങളിൽ നിന്ന് രാവിലെ 8:30 വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും ജില്ലകളിൽ തീരങ്ങളിൽ നിന്ന് രാത്രി 8:30 വരെയും 2.8 മുതൽ 3.4 മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സമിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശത്ത് താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ 133.70 അടി കടന്നിട്ടുണ്ടായിരുന്നു. മഴ ഇങ്ങനെ തുടർന്നാൽ ഇത് ഇനിയും ഉയരും. അങ്ങനെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ അപകട സാധ്യതയും മുന്നിലുണ്ട്.
അണക്കെട്ടിന്റെ നിലവിൽ റൂൾ കർവ് പ്രകാരം തമിഴ്നാടിന് സംഭരിക്കാൻ കഴിയുക 136 അടി വെള്ളം മാത്രമാണ്. അതും ആശങ്ക ഉണ്ടാക്കുന്നതാണ്.